गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि। ഒരു മാസക്കാലമായി കേരളത്തിൻ്റെ കാസർഗോഡ് മുതലുള്ള ജില്ലകളിൽ എൻ്റെ കേരളം പ്രദർശന വിപണന മേള ഇതുപോലെ ഓരോ ജില്ലകളിൽ നടക്കുകയാണ്. കേരളം കൈവരിച്ച നേട്ടങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഈ വേദികളിലൂടെ അവതരിപ്പിക്കാനും ഗവൺമെൻറ് നൽകുന്ന വിവിധ വകുപ്പുകൾ നൽകുന്ന പലവിധത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് എല്ലാ ജില്ലകളിലും ഈ മേള നടന്നു വരുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനം നിരവധിയായിട്ടുള്ള മേജർ പ്രോജക്റ്റുകൾ ഈ കാലയളവിൽ യാഥാർത്ഥ്യമാക്കി. കേരളത്തിന് അസാധ്യമായിരുന്നു എന്ന് പറഞ്ഞിരുന്ന പല പദ്ധതികളും, കഴിഞ്ഞ ഗവൺമെൻറ്റുകൾ ഉപേക്ഷിക്കപ്പെട്ട പല പദ്ധതികൾ ഈ 9 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കാനും പുതുതായി നിരവധി പ്രധാന പദ്ധതികൾ ആരംഭിക്കാനും കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ 9 വർഷം കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത്. രാജ്യത്തിന് തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന പല പദ്ധതികളും ഓരോ വകുപ്പുകളിലേക്ക് കടന്നുപോയാൽ ഓരോ വകുപ്പുകളും മികവാർന്ന നിരവധി പദ്ധതികളിലൂടെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനമാകുന്ന തരത്തിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞു. ഈ വരുന്ന നവംബർ 1 നമ്മുടെ നാടിനെ അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിൽ ഇടതുപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറഞ്ഞിരുന്ന പ്രധാന വാഗ്ദാനങ്ങൾ ഒന്നാണ് അതിദരിദ്രരില്ലാത്ത കേരളം എന്നത്. അതിദരിദ്രരില്ലാത്ത കേരളം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞ 4 വർഷത്തെ ഇടപെടലുകൾ വളരെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചു എന്നാണ് കാണാൻ കഴിയുന്നത്. നവംബർ 1 രാജ്യത്ത് ഒരു സംസ്ഥാനം, അത് കേരളം, അതിദരിദ്രരില്ലാത്ത നാടായി കേരളം മാറാൻ പോവുകയാണ്. ഇത്തരത്തിലുള്ള വളരെ ശ്രമകരമായ പദ്ധതികൾ വിവിധ വകുപ്പുകളിലൂടെ ആ പ്രവർത്തനങ്ങൾ ഓരോ ഘട്ടങ്ങളും വിലയിരുത്തി അതിനനുസരിച്ച് കുറവുകൾ മാറ്റിക്കൊണ്ട് ഇതുപോലൊരു പദ്ധതി രാജ്യത്തിനും ഒരുപക്ഷെ ലോകത്തിനും മാതൃകയാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ നാട് മാറാൻ പോവുകയാണ്. ഇത്തരത്തിലുള്ള നിരവധി ജനപക്ഷ പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികൾ, ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന നിരവധി നിലപാടുകൾ, അതെല്ലാം തന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രദർശന വിപണന മേളകൾ സംഘടിപ്പിക്കുന്നത്. ഞാൻ ദീർഘമായ വർത്തമാനത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല. മറ്റ് പ്രാസംഗികർ അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് വിശദമായി സംസാരിക്കും. വരുന്ന 23 വരെ കനകക്കുന്ന് പരിസര പ്രദേശങ്ങളിൽ ഈ പ്രദർശന വിപണന മേളയോടൊപ്പം തന്നെ വിവിധങ്ങളായ കലാപരിപാടികളുടെ വേദിയായി ഈ വേദി മാറാൻ പോവുകയാണ്. ഈ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം, പിന്തുണയും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടികളുടെ വിജയത്തിന് എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചടങ്ങും അതോടൊപ്പം ഈ പ്രദർശന വിപണന മേളയും ഉദ്ഘാടനം ചെയ്യാൻ പ്രിയങ്കരനായ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെ ഞാൻ ക്ഷണിക്കുകയാണ്.
മാസം 17 മുതൽ 23 വരെ സംഘടിപ്പിക്കുന്ന ഈ പ്രദർശനം പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ജനതയ്ക്കുള്ള സമ്മാനം കൂടിയാണ്. കഴിഞ്ഞ 9 വർഷമായി LDF സർക്കാർ സമഗ്ര വികസന ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെയും സമ്പദ് വ്യവസ്ഥയെയും പരിവർത്തനം ചെയ്യുക മാത്രമല്ല, ഓരോ കേരളീയൻ്റെയും ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്ത ഒരു യാത്രയാണ് ഇത്. 2ാം ടേമിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ മേള ഈ ഭരണത്തിൻ്റെ മുഖമുദ്രയായി മാറിയ സമഗ്രവും ദീർഘവീക്ഷണം ഉള്ളതുമായ ഭരണത്തിൻ്റെ തെളിവായി നിലകൊള്ളുകയാണ്. എൻ്റെ കേരളം പ്രദർശന വിപണന മേള സർക്കാർ പദ്ധതികളുടെയും സേവനങ്ങളുടെയും ഒരു പ്രദർശനം മാത്രമല്ല, അത് പുരോഗതിയുടെയും ജനങ്ങളുടെയും സാധ്യതകളുടെയും ഒരു ആഘോഷം കൂടിയാണ്. മേള നടന്ന എല്ലാ ജില്ലകളിലും ആവേശകരമായ പങ്കാളിത്തവും പൊതുജന പിന്തുണയും കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ ഭരണ സാംസ്കാരിക ഭൂപ്രകൃതിയുടെ ഹൃദയമായ തിരുവനന്തപുരത്ത് കൂടുതൽ ഊർജ്ജസ്വലതയോടെയും ഗാംഭീര്യത്തോടെയും നമ്മൾ ആതിഥേയത്വം വഹിക്കുന്നു. ഏപ്രിൽ 21 കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ ആഘോഷ പരമ്പരയുടെ മഹത്തായ സമാപനം മെയ് 23 ഇവിടെ നടക്കും. 1 ലക്ഷം പേരുടെ സാന്നിധ്യത്തിൽ പുത്തിരിക്കണ്ട മൈതാനത്ത് നടക്കുന്ന സമാപന ചടങ്ങ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 5 മണിക്ക്. ഈ പരിപാടി നമ്മുടെ നേട്ടങ്ങളെ അനുസ്മരിപ്പിക്കുക മാത്രമല്ല, വരും വർഷങ്ങളിൽ നവകേരളത്തിനായുള്ള ദർശനത്തെ ജ്വലിപ്പിക്കുകയും ചെയ്യും. 75,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ പ്രദർശനത്തിൽ 161 സർവീസ് സ്റ്റാളുകളും 89 വാണിജ്യ സ്റ്റാളുകളും ഉൾപ്പെടെ 250 സ്റ്റാളുകൾ ഉണ്ട്. 54,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള എയർ കണ്ടീഷൻ ചെയ്ത സൗകര്യങ്ങൾ കിഫിയുടെ പിന്തുണയോടെ സാധ്യമാക്കിയ ഈ പ്രദർശനത്തിൽ വനശ്രീ വന ഉൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ മുതൽ ആയുർവേദ മരുന്നുകൾ, സുഗന്ധദ്രവ്യങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ തുടങ്ങിയ നിരവധി വൈവിധ്യമാർന്ന പ്രദർശനങ്ങൾ സന്ദർശകർക്ക് കാണാൻ കഴിയും. ചെറുകിട സംരംഭകർക്ക് അവരെ നൂതന ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനുള്ള ഒരു വേദിയും നൽകിയിട്ടുണ്ട്. സർക്കാർ ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല, ഈ മേള ജനങ്ങൾക്ക് എന്ത് സാധ്യമാകുന്നു എന്നതും ഈ മേളയുടെ ലക്ഷ്യമാണ്. ആധാർ രജിസ്ട്രേഷൻ, റേഷൻ കാർഡ് തിരുത്തലുകൾ തുടങ്ങിയ സൗജന്യ സേവനങ്ങൾ എല്ലാ സന്ദർശകർക്കും ലഭ്യമാണ്. കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന ഭക്ഷ്യമേള ദിവസം മുഴുവൻ രുചികരമായ വിഭവങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്ന സാംസ്കാരിക പരിപാടികൾ കലാപ്രേമികൾക്ക് ആനന്ദം കണ്ടെത്താനാകും. അതേസമയം ഗ്രന്ഥപ്രേമികൾക്ക് പുസ്തകമേളയിൽ പങ്കെടുക്കാം. പുരോഗതിയുടെ ഈ യാത്ര പ്രചരിപ്പിക്കുന്നതിൽ മാധ്യമങ്ങളുടെ പങ്ക് അംഗീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അർത്ഥവത്തായ കവറേജിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രിൻ്റ്, വിഷ്വൽ, റേഡിയോ, ഓൺലൈൻ വിഭാഗങ്ങളിലായി അവാർഡുകൾ വിതരണം ചെയ്യും. മെയ് മാസം 23 ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ജില്ലാതല യോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുക്കും. എല്ലാ മേഖലയിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ട 500 വ്യക്തികളുമായി നേരിട്ട് സംവദിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട 25 പേർക്ക് മുഖ്യമന്ത്രിയുമായി സംവദിക്കാനും അവരുടെ അനുഭവങ്ങൾ പങ്കിടുവാനും അവസരം ലഭിക്കും. ഈ മേള ഒരു പ്രദർശനം എന്നതിലുപരി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പരിണാമത്തിൻ്റെ കണ്ണാടിയാണ്. കൂടുതൽ ശക്തവും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ ഒരു പുതിയ കേരളത്തിലേക്കുള്ള ഈ യാത്ര നമുക്ക് ഒരുമിച്ച് തുടരാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മേള ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.